ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഫൈൻഡ് nth നോഡ് ഫ്രം എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ്. ഈ പ്രോബ്ലത്തിൽ n എന്ന് പറഞ്ഞ ഒരു വാല്യൂവും പിന്നെ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഹെഡും നമുക്ക് തന്നിട്ടുണ്ടാവും. n = 3 ആണെന്ന് വിചാരിച്ചോ. എന്നിട്ട് നമ്മുടെ ലിങ്ക് ലിസ്റ്റ് ഇതാണെന്ന് വിചാരിച്ചോ. 1 2 3 4 5 6. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് nth നോഡ് ഫ്രം എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് കണ്ടുപിടിക്കാനാണ്. എന്നിൻ്റെ വാല്യൂ 3 ആണ്. ഫസ്റ്റ് നോഡ് ഫ്രം എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് 6 ആണ്. സെക്കൻഡ് നോഡ് 5 ആണ്. തേർഡ് നോഡ് 4 ആണ്. അന്നേരം നമ്മൾ ആൻസർ ആയിട്ട് ഫോർത്ത് നോഡായിരിക്കും റിട്ടേൺ ചെയ്യുക. ഇതിൽ പിന്നെ എന്നിൻ്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് നോഡ്സ് ഇൻ ലിങ്ക് ലിസ്റ്റും ആയിരിക്കും. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് 2 പോയിന്റേഴ്സ് ഉണ്ടായിരിക്കും. സ്ലോ എന്നും ഫാസ്റ്റ് എന്നുമാണ് ഞാൻ ഈ പോയിന്റേഴ്സിന് കൊടുക്കുന്ന പേര്. എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് വിചാരിച്ചോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തേർഡ് നോഡ് ഫ്രം എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് കണ്ടുപിടിക്കാനാണ്. അന്നേരം നമ്മൾ ഈ ഫാസ്റ്റ് പോയിന്ററിനെ തേർഡ് നോഡ് ഫ്രം ബിഗിനിങ് ഓഫ് ലിങ്ക് ലിസ്റ്റിലോട്ട് മൂവ് ചെയ്യും. എത്ര സ്റ്റെപ്സാ ഇവിടെ ഫാസ്റ്റ് പോയിന്റർ എടുത്തേ? ഇവിടെയായിരുന്നു ഇനിഷ്യലി ഫാസ്റ്റ് പോയിന്റർ. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തപ്പോൾ 2ൽ വന്ന്, സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തപ്പോൾ 3ൽ വന്ന്. അങ്ങനെ നമ്മൾ ഫാസ്റ്റ് പോയിന്ററിനെ തേർഡ് നോഡ് ഫ്രം ബിഗിനിങ് ഓഫ് ലിങ്ക് ലിസ്റ്റിൽ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ സ്ലോയെയും ഫാസ്റ്റേയും 1 സ്റ്റെപ്പ് വെച്ച് മൂവ് ചെയ്യും. സ്ലോയെ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു, ഫാസ്റ്റിനെ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. സ്ലോയെ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു, ഫാസ്റ്റിനെ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. സ്ലോയെ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു, ഫാസ്റ്റിനെ 1 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഇപ്പോൾ ഫാസ്റ്റ് ലാസ്റ്റ് നോഡ് ഓഫ് ലിങ്ക് ലിസ്റ്റിലെത്തി. അതേസമയം സ്ലോ nth നോഡ് ഫ്രം എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ തേർഡ് നോഡ് ഫ്രം എൻഡ് ഓഫ് ലിങ്ക് ലിസ്റ്റിലെത്തി. അന്നേരം നമ്മൾ സ്ലോയെ റിട്ടേൺ ചെയ്യും. ഫാസ്റ്റ് എൻഡ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റിൽ എത്തുന്ന ആ പീരീഡിൽ സ്ലോ എവിടെയാണോ അതാണ് നമുക്ക് വേണ്ട nth നോഡ്. ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് ഫൈൻഡ് nth നോഡ് ഫ്രം എൻഡ്. എന്നും ഹെഡും നമുക്ക് തന്നിട്ടുണ്ടാവും. സ്ലോ ഈക്വൽ ടു ഹെഡ്, ഫാസ്റ്റ് ഈക്വൽ ടു ഹെഡ്, i ഈക്വൽ ടു 1. എത്ര ടൈംസാ ഫാസ്റ്റ് മൂവ് ചെയ്യേണ്ടത്? n-1 ടൈംസ് അല്ലേ? നിങ്ങൾ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനിഷ്യലി ഫാസ്റ്റിനെ മൂവ് ചെയ്തത് എത്ര ടൈംസ് ആയിരുന്നു? n ഈക്വൽ ടു 3 ആയിരുന്നപ്പോൾ തേർഡ് നോഡ് ഫ്രം ബിഗിനിങ് ഓഫ് ലിങ്ക് ലിസ്റ്റിൽ ഫാസ്റ്റ് പോയിന്ററിനെ എത്തിക്കാൻ വേണ്ടി നമ്മൾ 2 ടൈംസ് ആയിരുന്നു മൂവ് ചെയ്തത്. അഥവാ 2 എഡ്ജസിലൂടെയാണ് നമ്മൾ മൂവ് ചെയ്തത്. ഈ എഡ്ജിലൂടെയും ഈ എഡ്ജിലൂടെയും. അതിൻ്റെ അർത്ഥം n-1 ടൈംസ് ആണ് നമ്മൾ ഫാസ്റ്റ് ഇനിഷ്യലി മൂവ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ നടക്കുന്നത്. i ഈക്വൽ ടു 1 while i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 fast ഈക്വൽ ടു ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് i പ്ലസ് ഈക്വൽ ടു 1 while ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ് സ്ലോ ഈക്വൽ ടു സ്ലോ ഡോട്ട് നെക്സ്റ്റ് ഫാസ്റ്റ് ഈക്വൽ ടു ഫാസ്റ്റ് ഡോട്ട് നെക്സ്റ്റ്. ഈ ലൂപ്പ് എപ്പോഴായിരിക്കും ബ്രേക്ക് ചെയ്യുക? ഫാസ്റ്റ് ലാസ്റ്റ് നോഡ് ഓഫ് ലിങ്ക് ലിസ്റ്റിലോട്ട് പോയിന്റ് ചെയ്യുന്ന ആ ടൈമിലായിരിക്കും ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യുക. അന്നേരം നമ്മൾ സ്ലോയെ റിട്ടേൺ ചെയ്യും. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്.